washing, interior cleaning, PPF coating, ceramic coating, graphene coating, polymer coating. Signature Car Spa, Mundakkayam. The art of detailing. ഹലോ, എന്തൊക്കെയുണ്ട്? ഇല്ല, കൊറേ ആയല്ലോ വിളിച്ച്, അതുകൊണ്ട് വിളിച്ചു. തിരക്കല്ലേടാ, ഓരോരോ പരിപാടികൾ. ഇന്നലെ ഇവിടെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയൊരു കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അവൻ അറിയിക്കാൻ വേണ്ടി വിളിച്ചാണ്. പിന്നെ ഫസ്റ്റ് നൈറ്റ് റൂമിലേക്ക് കയറാൻ വേണ്ടി പോകണല്ലോ. അന്യ വീട്ടിൽ നിന്നൊരു കൊച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഈ കൂട്ടുകാരെ തെണ്ടികളൊക്കെ വിളിച്ച് ഓരോന്നിങ്ങനെ ശരിടാ, ഓക്കെടാ. എടാ, നീയൊക്കെ കല്യാണത്തിന് വന്ന് ഗിഫ്റ്റും തരാണ്ട് മുരിങ്ങാക്കോലൊരെണ്ണം, സാമ്പാറിൽ വെണ്ടക്ക രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് പോടെ തെണ്ടിയല്ലേ നീ. നീ എന്താ പറഞ്ഞേ? എനിക്ക് പെണ്ണ് കിട്ടില്ലാന്ന് അങ്ങനെ പറഞ്ഞോലല്ലടാ നീ. എനിക്ക് പെണ്ണ് കിട്ടിയടാ. നല്ല ISR മാർക്കുള്ള നല്ല മാമ്പഴം പോലത്തെ നല്ല പെങ്കൊച്ചടാ. പെണ്ണെന്ന് പറഞ്ഞാൽ ഇതാണ് പെണ്ണ്. അത് നിന്നെ അറിയിക്കണമെന്ന് എനിക്കുണ്ടേ, അതാണ് ഞാൻ വിളിച്ചത്. നിനക്കൊക്കെ ഇനി എന്നാലേ ഇങ്ങനെയൊക്കെ നടന്നോ തൂക്കിയിട്ടുണ്ട്. അല്ല, സ്വപ്നങ്ങൾ ഒരുപാടുള്ളതല്ലേ. എനിക്ക് സമയമായി, ഒരുപാട് കാലത്ത് ആഗ്രഹമല്ലേ. അപ്പം ഞാൻ കയറിയിട്ട് വിളിക്കട്ടോ. ഓക്കെടാ, ശരിടാ. പ്രാക്ടീസ്. പോടാ പോടാ, ഏത്തിസ്റ്റാടാ. ഷാബു ഒന്നും ഇവിടെ ഏക്കൂല മോനെ. ശരിടാ, പോട്ടാ. മാവണി പൊന്നു ഞാൻ ജനലൊന്നും ഇറക്കണല്ലേ. യുദ്ധഭൂമിയിൽ എന്തിനൊരു വെളിച്ചം. വലത്തോട്ട് വന്നപ്പോൾ അത് വലത്തോട്ട് പോയി. വലത്തോട്ട് വന്നു. ഇത്ര ഉണ്ടെന്നാ. ഓക്കെ, എന്നാ പിന്നെ കിടന്നാലോ? ഞാൻ പഠിക്കുവാ. ഇതിലിപ്പോൾ എന്താ പഠിക്കാൻ? അല്ല, ഇതിനൊക്കെ ഇപ്പോൾ സിലബസും ഉണ്ടോ? ഒരു പണി, എനിക്കറിയാവുന്ന നോക്കാം, എന്നിട്ട് പിന്നെ സിലബസിലുള്ള പോലെ പിടിക്കാം. അപ്ഷൻ നോക്കാം. എന്നതാ? ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യമല്ലേ, മനസ്സിലായി? അതല്ലെന്നേ, മറ്റത്. മറ്റതോ? ആ, വട്ടോ പിടിയാനോ? ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് നാളെ ലേണേഴ്സ് ഉള്ളതാ. എനിക്ക് തന്നെ പാസ്സായേ പറ്റുള്ളൂ ഇപ്രാവശ്യം. ചേട്ടൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഡിസ്റ്റൻസ് ഞാൻ ഈ സെന്റർ കൂടെ ഓടിക്കൂ. നീ ഇടതുവശം ചേർന്ന് പോയിന്തു. ഞാൻ ഈ സെന്റർ കൂടെ മാത്രം ഓടിക്കുള്ളൂ. നോക്കി ഓടിക്കും നീ, മര്യാദക്ക് ഒന്ന് നോക്കി ഓടിക്കും. ഇടതുവശം ചേർന്ന് പോയിന്തു. ഞാൻ ഈ സെന്റർ കൂടെ ഓടിക്കുള്ളൂ. എനിക്കതാ ഇഷ്ടം. ഓടിക്കുന്നത് പട്ടി. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. അതെ, ഇത് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ ലേണേഴ്സ് കോപ്പി അടിച്ച പാസ്സായത്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വാ, വന്ന് കിടക്ക്. പെട്ടെന്നോട്ടെ വാ. അതെ, ഞങ്ങൾ തറവാട്ടുകാരാ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം ചേർന്ന് ഓടിക്കുക. വാഹനം ഇടതുവശം. ഇതിനൊരു ബ്രേക്കില്ലേ? അതാ ചേട്ടാ ഞാനും ആലോചിക്കുന്നത്. സത്യത്തിൽ ഇടത്താണോ വലത്താണോ ബ്രേക്ക്?
എൻ്റെ അച്ഛൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ആലോചിക്കാറില്ല. സത്യത്തിൽ എന്തിനാണ് ഈ ബ്രേക്ക്? എന്തിനാണ്? അതല്ല, ഈ പഠിത്തത്തിനൊരു ബ്രേക്കില്ല ഇടവേള. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഞാനിതൊക്കെ. നോ ചേട്ടാ, നോ. 12th ഫെയിൽ കണ്ട് മോട്ടിവേഷൻ തലയ്ക്ക് പിടിച്ചതാണ്. അതുപോലെ മില്ലൊക്കെ പോയി പണിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പണിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. സോ നോ ഇൻ്റർവെൽ. വാഹനം വലതുവശം ചേർന്ന് ഓടിക്കുക, വാഹനം വലതുവശം ചേർന്ന് ഓടിക്കുക. അതെ, ആ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതിന് അല്ല, അതിനൊന്നുമില്ല. പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ വളർത്തിയിരുത്ത കുറെ സ്വപ്നങ്ങളുണ്ട്. അതിന് ഒറ്റ മണിക്കൂർ വന്ന പറ്റില്ല ഏട്ടാ. അല്ല, പരസ്പരം അറിയാൻ, മനസ്സിലാക്കാൻ. ആ പരസ്പരം കാണോ? ഞങ്ങളൊക്കെ ചന്ദ്രമഴ ആൾക്കാരാ. എന്തോ അതൊക്കെ വെബ് സീരീസ് ഒന്നും കാണാറില്ല? അതല്ല, വന്നിരിക്കി, നമുക്ക് അറേഞ്ച് മാരേജ് അല്ലേ, സംസാരിക്കണ്ടേ? ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ പറ്റൂല. ത്രികോണം എന്തിനാണ് ഏട്ടാ? ത്രികോണമൊക്കെ പറഞ്ഞു തരാൻ റെക്ടാങ്കിളൊക്കെ പറയാൻ പറയട്ടാ, എന്താ ചേട്ടാ പ്രശ്നം? പറ. എന്താണ് ഇത് ഇന്ന് തന്നെ പഠിക്കാനായിട്ട് നമുക്ക് തുടങ്ങേണ്ട പരിപാടി? പറ്റില്ല ചേട്ടാ, നാളെ എൻ്റെ എക്സാം. ഇതും കൂടെ കൂട്ടി 13ാമത്തെ എക്സാം എൻ്റെ അച്ഛൻ 18ാമത്തെ എക്സാമിലാണ് പാസ്സായത്. ഇതിപ്പോൾ എനിക്കൊരു വാശിയാണ് ചേട്ടാ. പിന്നെ 12th ഫെയിൽ കണ്ട് കുറച്ച് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. പക്ഷേ ഈ 18 പ്രാവശ്യം തോക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു മണ്ടിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ല, അങ്ങനെയല്ല, സത്യമായിട്ടും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. മച്ചടഞ്ഞേരും മച്ച്. ഇതുവരെ ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. എന്താന്ന് ചോദിക്കേ? എന്താ? ജന്മനാ ഞാൻ ഒരു മണ്ടിയായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെക്കാൾ വലിയൊരു മണ്ടിയായിരുന്നു. അല്ല, എൻ്റെ പറടാവേ അച്ഛൻ്റെ കൗട് പറയാണ്ട് ഒരുപാടുണ്ട്. അതൊക്കെ പേര് പറയാം. അങ്ങനെ ജന്മനാ മണ്ടിയായിരുന്ന ഞാൻ 10ാമത്തെ എക്സാമിലും വൃത്തിയായിട്ട് പൊട്ടി. പക്ഷേ 11ാമത്തെ എക്സാമിൽ ഞാനൊരു സൂത്രം കാണിച്ചു. എന്നാ സൂത്രം ചോദിക്ക്. എന്താണ് ആ സൂത്രം? വശീകരണോ? അതെ. ചേട്ടൻ്റെ ഇന്ദു എക്സാമിന് നോക്കാൻ വരുന്ന ആളെ കണ്ണും കാലും കാണിച്ച് വശീകരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഈശ്വര കൃഷ്ണ, ഇൻവിജിലേറ്ററിനെ വളയ്ക്കാനുള്ള മനഃശക്തി തരണേ ഈശ്വര. അവിടെയാണ് കൃഷ്ണൻ ടെസ്റ്റ് വെച്ചത്. വെച്ചക്കാലിൽ പിന്നോട്ട് പോകുന്ന സ്വഭാവം എൻ്റെ അച്ഛനുമില്ല, എനിക്കുമില്ല. അങ്ങനെ എൻ്റെ അച്ഛനൊരു പാമ്പ് വരെ കൊത്തിയിട്ടുണ്ട്. ടീച്ചറൊക്കെ ടീച്ചറാണ്. എന്നിട്ട് തരികിടതാ കുജുനുതോ തകജുനുതോ തകതും തരികിടതോ തകജുനുതോ തകജുനുത തകജുനുത തകജുനുതോ തനകജുനുതോ തകജുനുതോ. അവസാന പെണ്ണുമ്പിള വളഞ്ഞു. ഓയോ റൂം വരെ ബുക്ക് ചെയ്തു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അന്നാ എൻ്റെ അച്ഛനെ പാമ്പൂത്തി. എന്നിട്ട് നീ തോറ്റത്? അടുത്ത തവണ എന്നെ കാണാനായിട്ട് ആ പെണ്ണുമ്പിള്ള മനഃപൂർവ്വം എന്നെ തെറ്റുത്തരങ്ങൾ പറഞ്ഞ് തോൽപ്പിച്ചു.
അങ്ങനെ ആ പുള്ളിക്കാരുടെ സ്നേഹത്തിന് മുന്നിലും ലേണേഴ്സ് എക്സാമിന് മുന്നിലും മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. ഐ ഫെയിൽ ദാരുണമായി. എന്നിട്ട് 12ാം തവണ എന്ത് പറ്റി? ഇങ്ങനെയാണ് ഞാൻ പറയില്ല കേട്ടാ. 12ാം തവണ എന്ത് പറ്റി? അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പതിവിന് വിപരീതമായി ഞാൻ എല്ലാം പഠിച്ചിട്ട് പോയി. കുറേ തൊണ്ടും വെച്ചു. എന്നിട്ട് അന്ന് പാസ്സായ? എല്ലാ ചോദ്യങ്ങളും ഞാൻ കൊണ്ടുവന്ന തൊണ്ടിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തോറ്റു. 12th ഫെയിൽ. അതങ്ങനെ? അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്ത് ട്വിസ്റ്റ്? അയ്യോ അച്ഛൻ. ഹലോ. ആ ഓ ഓ എന്തു പറ്റി? നീന്തിനെ ഞെട്ടിയത്? ഒരു ഞെട്ടലോടെ അല്ലാതെ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കാറില്ല. ഇപ്പൊ എന്തിനാ വിളിച്ചത് അച്ഛൻ? സോറി, അത് പേഴ്സണലാ. ശരി, 12ാം തവണ എല്ലാ ഉത്തരവും അറിഞ്ഞിട്ട് നീ തോക്കാൻ കാരണം എന്താ? അത് പറ. ഇത്തവണ ആ ലേഡി സ്റ്റാഫ് വന്നില്ല. അതുകൊണ്ട് അവസാനം വന്നപ്പോൾ എൻ്റെ 3.5 പവൻ്റെ മാലയായിട്ട് പുള്ളിക്കാരത്തി പോയത്. ഞാൻ വിടുവോ? ഫോം വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ വിടുവോ? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇത്തവണ ഞാൻ ബുദ്ധി. അച്ഛൻ്റെ അതേ ബുദ്ധി. അതെ അതെ. ശരി ശരി, ഞാൻ പഠിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. സൈലൻസ്. ഓ